ഫുട്ബോൾ ലോകത്തിന് വേണ്ടിയിട്ട് ലയണൽ മെസ്സി ഭൂമിയിലേക്ക് പറന്നു വീണ പോലെ മലയാള സിനിമയ്ക്ക് വേണ്ടി, ലോക സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ നറുമുകയേ നറുമുകയേ നീ ഒരു നാഴികനില്ലാய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய കൊറ്റ പൊയ്കയാടിയവൾ നീയായി. ഈ പാട്ട് എനിക്ക് 2-3 പ്രാവശ്യത്തിലധികം കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇമോഷണൽ വൈബിലേക്ക് ഞാൻ പോകും കേട്ടോ. കണ്ണൊക്കെ നിറയും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളൊരു പാട്ടാണിത്. എന്താ പറയുക, റഹ്മാൻ സാറിൻ്റെ എല്ലാ പാട്ടുകളും ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എന്താ പറയുക, വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് സോങ്ങാണ് എനിക്കിത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ചില ആൾക്കാർ കോമഡി ആയിട്ട് തോന്നും, പക്ഷേ എനിക്കിത് കോമഡി അല്ല ഗൈസ്. ഫുട്ബോൾ ലോകത്തിന് വേണ്ടിയിട്ട് ലയണൽ മെസ്സി ഭൂമിയിലേക്ക് പറന്നു വീണ പോലെ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി, മലയാള സിനിമയ്ക്ക് വേണ്ടി, ലോക സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ ഭൂമിയിലേക്ക് വന്ന് പറന്നു വീണ പോലെ ഇന്ത്യൻ സംഗീതത്തിന് അല്ലെങ്കിൽ ലോക സംഗീതത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് പിറന്നു വീണ ഒരു ദൈവത്തിൻ്റെ കൈപതിഞ്ഞ ഒരു മനുഷ്യനാണ് അല്ലാരക്ക റഹ്മാൻ. റഹ്മാൻ സാറിൻ്റെ ഒരുപാട് ലൈവ് കൺസേർട്ടുകൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂരും അതുപോലെ തന്നെ ചെന്നൈയിൽ, അതുപോലെ തന്നെ കൊച്ചിയിൽ വന്ന സമയത്ത് ആദ്യം അത് ഇരുമ്പനത്തുള്ളൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താ പറയുക, മഴ പെയ്തിട്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനുണ്ടായത്. ആ സമയത്ത് വന്നവർക്കൊക്കെ അത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. മഴ പെയ്ത് വെള്ളം കയറി ആകെ മുന്തും തൊള്ള പോയി ചത്തുപോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ സമയത്ത്. പിന്നെ നമ്മുടെ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് തോന്നുന്നുണ്ട്, അങ്കമാലിയിലുള്ള, അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ പ്രോഗ്രാം 2 ദിവസമായിട്ടാണ് നടന്നത്. അതിലും പോയി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്. റഹ്മാൻ സാറിൻ്റെ ഷോ എന്ന് പറയുന്നത് വല്ലാത്തൊരു, ഈ കാണുന്ന നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന പോലെയൊന്നുമല്ല, വല്ലാത്തൊരു അനുഭവമാണ്. കോഴിക്കോട് വന്ന സമയത്ത്, ഓസ്കാർ കിട്ടിയ സമയത്ത് നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കുന്നല്ലാണ്ട് ഇപ്പോൾ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ, ആ രീതിയിലേക്ക് നമുക്കത് കിട്ടാത്തൊരു സമയമായിരുന്നു അത്. അപ്പോൾ റഹ്മാൻ സാർ ഇനി കോഴിക്കോട് ഒരു കൺസേർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്നാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നാട്ടിലുള്ള സമയത്താവണമെന്നാണ്, അല്ലെങ്കിൽ നാട്ടിൽ വരാൻ പറ്റുന്ന ഒരു സമയത്താവണമെന്നാണ്. കോഴിക്കോട് വെച്ചൊരു റഹ്മാൻ ഷോ അല്ലെങ്കിൽ റഹ്മാൻ കൺസേർട്ട് കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫീൽഡിലുണ്ട്, പക്ഷേ റഹ്മാൻ സാറിൻ്റെ സംഗീതം വ്യത്യസ്തമായി നിൽക്കുന്ന, അയാൾ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന വഴികളും അല്ലെങ്കിൽ അയാളെ ഉള്ളിലുള്ള നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. എന്തായാലും ഒരുപാട് കാലം ജീവിക്കട്ടെ ഈ പറയുന്ന എല്ലാവരും. മാജിക്കൽ കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അത് കാണാനും ആസ്വദിക്കാനുമുള്ള ഭാഗ്യം എനിക്കും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്കും ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. റഹ്മാൻ സാർ, വാട്ട് എ മാൻ യു ആർ.